മാന്യപ്രേക്ഷകരെ വീണ്ടും നമസ്കാരം, സ്നേഹ നമസ്കാരം. ഇന്ന് വീണ്ടും നമ്മുടെ അതിഥിയായ ജയസുരൻ സാർ തന്നെ വീണ്ടും വന്നിരിക്കുന്നു. നമ്മൾ ഇന്നലെ രാത്രി നടത്തിയ ചർച്ചയുടെ കുറച്ച് ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിജിക്ക് കൃത്യമായിട്ടും ഇത്തരത്തിൽ അടിപതറിയോ അതല്ലെങ്കിൽ നരേന്ദ്രമോദിജിയെ പിന്നിൽ നിന്ന് കുത്തിയോ ഏതൊക്കെ ക്ഷുദ്ര ശക്തികളാണ് എന്നതൊക്കെ ഒരുപാട് നമുക്ക് അന്തമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ തന്ന റിസൾട്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ലോക്സഭാ റിസൾട്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആത്യന്തികമായി ആധികാരികമായിട്ട് തന്നെ ഇന്ന് നമുക്ക് പുറത്തുവിടാവുന്ന രീതിയിലേക്ക് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം നോവിച്ച് വിട്ട നരേന്ദ്രമോദിജി, നോവേറ്റ നരേന്ദ്രമോദിജി വെറുതെ ഇരിക്കുമെന്ന് ആരും കരുതേണ്ടതില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓരോ റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സർ, നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു എങ്ങനെയാണ് ഇതിന്റെ രാജ്യത്തിന് പുറത്തുള്ളതും രാജ്യത്തിനകത്തുമുള്ള ക്ഷുദ്ര ശക്തികൾ എത്രത്തോളമാണ് ഈ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അതിന്റെ പിറകിൽ ആസൂത്രണം നടത്തിക്കൊണ്ട് രാജ്യദ്രോഹപരമായിട്ടുള്ള നടത്തിയിട്ടുള്ള എല്ലാ ആസൂത്രണവും നമ്മൾക്കറിയാം. അത്തരത്തിൽ എങ്ങനെയാണ് അതിലേക്ക് ഇപ്പോൾ പുതിയ ഞെട്ടിക്കുന്ന തെളിവുകൾ സഹിതം വന്നിട്ടുണ്ട്. അതിനു മുമ്പ് സാറിനോട് ചാനലിലേക്ക് സ്വാഗതം പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാം. സാർ, എങ്ങനെയാണ് അതിന്റെ ആ വിവരങ്ങൾ വരുന്നത്? ഇന്ത്യയുടെ ഈ പൊതു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇന്ത്യക്കെതിരെ ഉള്ള രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കും എന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. സാധാരണ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ബോംബ് സ്ഫോടനങ്ങൾ, വിമാനം തട്ടിക്കൊണ്ടുപോവുക, അതുപോലെ ട്രെയിനുകൾ കൂട്ടിയിടിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഇമേജ് തകർക്കുക. അതല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ട പോലെ ക്രിസ്ത്യൻ പള്ളിക്ക് കല്ലെറിയുക, കന്യാസ്ത്രീകളെ ആക്രമിക്കുക, അല്ലെങ്കിൽ മുസ്ലിം പള്ളി ആക്രമിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സെൻസേഷണൽ ഇഷ്യൂസ് കൊണ്ടുവന്നാൽ പെട്ടെന്ന് ഭരണകക്ഷിക്കെതിരായിട്ട്, ഇപ്പൊ ഇവിടെ നരേന്ദ്രമോദിക്കെതിരായിട്ട് ഒരു വികാരം ഉണ്ടാക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് സാധാരണ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ. എന്നാൽ വളരെ ജാഗ്രതയോടുകൂടി ഭരണകൂടം പ്രവർത്തിച്ചതുകൊണ്ട് ക്രിസ്ത്യൻ പള്ളിക്കും മുസ്ലിം പള്ളിക്കും നേരെ കല്ലെറിഞ്ഞില്ല, ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായില്ല, ട്രെയിനുകൾ കൂട്ടിയിടിച്ചില്ല, വിമാനം തട്ടിക്കൊണ്ടുപോയില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും സംഭവിച്ചില്ല. എന്നാൽ വളരെ ബുദ്ധിപൂർവം ഈ കാര്യങ്ങളൊക്കെ നേരിടാൻ കഴിയുന്ന ഒരു ഭരണകൂടം ശ്രീ അജിത് ഡോവൽ അടക്കമുള്ള ഉന്നതന്മാരുടെ ഒരു രാജ്യത്ത് ഉണ്ടാവും എന്ന് വിദേശ രാജ്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇത്തവണ അവർ നടത്തിയത് ഇൻഫർമേഷൻ വാർഫെയർ ആണ്. ഈ ഇൻഫർമേഷൻ വാർഫെയർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് ലോകത്തെല്ലായിടത്തും വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്കാണ്. അതായത് ആശയങ്ങൾ കൊണ്ടുള്ള യുദ്ധം, ഇൻഫർമേഷൻ വാർഫെയർ, IW എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഇൻഫർമേഷൻ വാർഫെയർ ഇന്ത്യയിൽ വരും എന്നുള്ളത് മോദിജിക്ക് അറിയാമായിരുന്നു. അപ്പൊ മോദിജി അതിനെ സംബന്ധിച്ചൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈബർ മീഡിയ നീക്കമോ ഉണ്ടായാൽ കർശനമായി നേരിടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ഈ ആക്രമണത്തിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധയോടെ നിൽക്കണം, പത്രമാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും, വ്യാജ വാർത്തകൾ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ ഒരു മേഖലയിലും കാര്യമായിട്ടുള്ള ഒരു ആക്രമണവും നടത്താൻ ആരും മുതിർന്നില്ല. എന്നാൽ ഇൻഫർമേഷൻ വാർഫെയർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒന്നുമല്ല. അത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് വളരെ പെട്ടെന്നായിരിക്കില്ല വരുന്നത്, വളരെ സ്ലോയിലായിരിക്കും കടന്നു വരിക. അതായത് പെട്ടെന്നുള്ള ഒരു ആക്രമണം എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മുൻകൂട്ടി കണ്ട്, പെട്ടെന്നുള്ള ആക്രമണമാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കാൻ പറ്റും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. എന്നാൽ പെട്ടെന്നുള്ള ആക്രമണമല്ല, പ്രത്യക്ഷമായ ആക്രമണവുമല്ല, വളരെ പരോക്ഷമായി വളരെ ദീർഘകാലം ആസൂത്രണം ചെയ്ത് വളരെ സ്ലോയിൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ഭീകര പ്രവർത്തനമാണ് ഇൻഫർമേഷൻ വാർഫെയർ. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ, ആസ്ട്രേലിയൻ തെരഞ്ഞെടുപ്പിലടക്കം ഈ ഇൻഫർമേഷൻ വാർഫെയർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇൻഫർമേഷൻ വാർഫെയർ ഉണ്ടാകും എന്ന് കരുതി നമുക്ക് മുൻകരുതൽ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിന് തെളിവുകളില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു കുറ്റവാളി ഉണ്ടെങ്കിൽ പോലും ആ കുറ്റവാളി രാജ്യത്തുണ്ടാവില്ല. രാജ്യത്തിന് പുറത്തിരുന്ന് നിയന്ത്രിക്കുന്ന ആ കുറ്റവാളിയുടെ കയ്യിലെ കളിപ്പാവകളായി രാജ്യത്തിനകത്തുള്ള വ്യക്തികൾ, സംഘടനകൾ, മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ അടക്കം ആണ് ഇതിന് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കോടതിയിലോ പോലീസിലോ പോയിട്ട് പെട്ടെന്ന് പരാതിപ്പെട്ടാൽ തെളിവ് എവിടെ എന്ന് ചോദിക്കും. അപ്പൊ തെളിവില്ലാത്തൊരു കാര്യത്തിന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധ്യമല്ല, തെളിവില്ലാത്ത കേസിൽ ഒരാളെ ശിക്ഷിക്കാൻ കോടതിക്ക് സാധ്യമല്ല. അപ്പോൾ തെളിവില്ലാത്ത ഇത്തരം കാര്യങ്ങൾ
വളരെ വിദഗ്ധമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന, സമൂഹത്തിന്റെ മനസ്സ് മാറ്റുന്ന ഒരു പ്രക്രിയയ്ക്കാണ് ഇൻഫർമേഷൻ വാർഫെയർ എന്ന് പറയുക. ആ ഇൻഫർമേഷൻ വാർഫെയർ നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പിന്നീട് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിനകത്ത് വലിയൊരു പ്രശ്നം. അതായത് ക്യാൻസറിന്റെ 4th സ്റ്റേജ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ക്യാൻസറിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നെങ്കിൽ ചികിത്സിക്കാമായിരുന്നു, പക്ഷേ ഇത് 4th സ്റ്റേജ് ആണ്. അതുകൊണ്ട് ഇനിയിപ്പോ രക്ഷയില്ല എന്ന് പറയുന്നത് പോലെ ഈ ക്യാൻസറിന്റെ 4th സ്റ്റേജ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇൻഫർമേഷൻ വാർഫെയർ. അത് കണ്ടുപിടിക്കുന്ന സമയം കടന്നുപോയാൽ ഇലക്ഷൻ റിസൾട്ടിനെ അത് ബാധിച്ചിരിക്കും. ഇത് തന്നെയാണ് ഇന്നിപ്പോ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിന്റെ പിറകിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ സംഘടനയോ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളോ മാത്രമല്ല അണിനിരന്നിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ചൈനയുണ്ട്, പാകിസ്ഥാനുണ്ട്, ജർമ്മനിയുണ്ട്, ബ്രിട്ടനുണ്ട്, കാനഡയുണ്ട്, അമേരിക്കയുണ്ട്, ഇനിയും പല രാജ്യങ്ങളും കണ്ടേക്കാം. എന്നാൽ ഇത് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് തെളിയിച്ചു വരണമെങ്കിൽ സമയം കുറെ എടുക്കും. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കാര്യം വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ബോധ്യമാവും. പക്ഷെ ഇതൊരു കോടതിയിലോ പോലീസിലോ പോയി തെളിയിച്ചു കൊണ്ടുവരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ലവ് ജിഹാദ് എന്നൊക്കെ പറയുമല്ലോ, ഒരു തെളിവുമില്ല. അപ്പൊ കോടതിയിൽ ചെന്നാൽ പ്രായപൂർത്തിയായ ആൾക്കാർക്ക് വിവാഹം കഴിക്കാം. അതിനകത്ത് ഇപ്പൊ എന്താ സംഭവം? അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയാം. ഇപ്പൊ ഇന്ത്യൻ പീനൽ കോഡോ ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയറോ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ലവ് ജിഹാദ് ഇല്ല. അതുകൊണ്ട് ലവ് ജിഹാദ് ഇല്ല എന്ന് തന്നെ കോടതിക്ക് പറയേണ്ടി വരും. എന്ന് പറയുന്ന പോലെ ഇൻഫർമേഷൻ വാർഫെയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് തെളിവ് കൊടുക്കണമെങ്കിൽ അതിന്റെ തെളിവുകൾ ഹാജരാക്കി വരുമ്പോഴേക്ക് ഇലക്ഷനും കഴിഞ്ഞ് റിസൾട്ടും വന്ന് മന്ത്രിസഭയും ഉണ്ടായി, അല്ലെങ്കിൽ മന്ത്രിസഭ താഴെ പോയിട്ടുണ്ടാവും. ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. ഇനി ഇന്ത്യയിൽ നടന്ന ഇൻഫർമേഷൻ വാർഫെയർ എന്താണ് എന്നുള്ളത് ഞാൻ പറയാം. റഷ്യയിലെ ഒരു മാധ്യമമായിട്ടുള്ള സ്പുട്നിക്കിലാണ് ഈ വാർത്ത വരുന്നത്. അതായത് ഇന്ത്യയിലെ ഇലക്ഷനിൽ നരേന്ദ്രമോദിക്കെതിരെ ആഗോള ഫണ്ടിങ്ങിന്റെ പിൻബലത്തോടു കൂടിയുള്ള ഇൻഫർമേഷൻ വാർഫെയർ നടന്നു എന്നാണ്. ഇത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡിസിൻഫോ ലാബ് എന്ന് പറയുന്ന ഇത്തരം ഇൻഫർമേഷൻ വാർഫെയറുകളെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു സംഘടനയാണത്. ഡിസിൻഫോ ലാബ് ജൂൺ മാസം 3-ാം തീയതി പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ റഷ്യൻ മാധ്യമമായ സ്പുട്നിക്കിൽ വന്ന ലേഖനം അത് പുറത്തുവിട്ടിരിക്കുന്നത്, ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഡിസിൻഫോ ലാബ് ജൂൺ മാസം 3-ാം തീയതി. ഞാൻ ഇതൊക്കെ വ്യക്തമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ നമ്മളുടെ ഈ ഒരു സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയും, ഓ ഇതൊക്കെ വെറുതെ തട്ടിപ്പാണ്, ചുമ്മാ നുണ പറയുന്നതാണ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ആരും പറയാതിരിക്കാൻ വേണ്ടിയാണ് തെളിവുകൾ സഹിതം, ഡേറ്റ് സഹിതം, ആ മാധ്യമത്തിന്റെ പേര് സഹിതം, അതിന്റെ പുറകിലുള്ള സംഘടനയുടെ പേര് സഹിതം ഞാനിത് പറയുന്നത്. കാരണം ഞാനിത് പറയുമ്പോൾ ഞാൻ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് നുണ പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം. ഇനി ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ്? അമേരിക്കയിലെ ഹെൻറി ലൂസ് ഫൗണ്ടേഷൻ, HLF എന്നറിയപ്പെടുന്ന ഹെൻറി ലൂസ് ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ ജോർജ് സോറോസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ OSF, അതുകൂടാതെ ഫ്രാൻസിലെ ഇൻഡോളജിസ്റ്റ് ആയിട്ടുള്ള, ഫ്രഞ്ച് ഇൻഡോളജിസ്റ്റ് ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്ന, ഇന്ത്യയെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ആളിനെയാണ് ഇൻഡോളജിസ്റ്റ് എന്ന് വിളിക്കുക. ഇപ്പൊ ഫ്രഞ്ചിലെ പ്രസിദ്ധനായിട്ടുള്ള ഇൻഡോളജിസ്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റോഫ് ജാഫ്രലോട്ട്, അയാളെ അറിയപ്പെടുന്നത് CJ എന്ന പേരിലാണ്. ആ ക്രിസ്റ്റോഫ് ജാഫ്രലോട്ട്, ഇവര് ആണ്, ഈ 3 സ്ഥാപനങ്ങൾ ആണ് ഈ ഇൻഫർമേഷൻ വാർഫെയർ ഇന്ത്യക്കെതിരായിട്ട് ഒരുക്കി കൊണ്ടുവന്നത്. ഇതിനെ സംബന്ധിക്കുന്ന വിശദമായ വിവരങ്ങൾ അടങ്ങുന്ന 85 പേജ് വരുന്ന റിപ്പോർട്ട് ഇൻഫോ ലാബിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡിസിൻഫോ ലാബ് 85 പേജിൽ പ്രസിദ്ധീകരിച്ച ആ റിപ്പോർട്ടിൽ ഇതിന്റെ മുഴുവൻ വിശദാംശങ്ങളുമുണ്ട്. ആർക്കെങ്കിലും ഈ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും സംശയമുണ്ടെങ്കിലും ആ റിപ്പോർട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഈ ഗൂഢാലോചന വിദേശത്തിരുന്നു കൊണ്ട് ഇവര് ആസൂത്രണം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് അകത്തിരുന്നു കൊണ്ട് ഇതിനെ പിന്തുണയ്ക്കുകയും ഇത് വീടാന്തരം എത്തിച്ച് പ്രാവർത്തികമാക്കുകയും ചെയ്ത ധാരാളം ഇന്ത്യ സംഘടനകളും വ്യക്തികളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇനി അന്വേഷണത്തിന്റെ ഫലമായിട്ട് പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയാം. ഈ CJ എന്നറിയപ്പെടുന്ന ക്രിസ്റ്റോഫ് ജാഫ്രലോട്ട് ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുകയുണ്ടായി. 2021 അദ്ദേഹം എഴുതിയ ഗവേഷണ പ്രബന്ധത്തിലാണ് ഇന്ത്യയിലെ ജാതി സെൻസസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നോക്കണം, ലോകത്തെ എല്ലാ രാജ്യത്തും ജാതികളുണ്ട്.
ഇന്ത്യയേക്കാൾ വളരെ ശക്തമായ ജാതി സംവിധാനങ്ങളാണ് അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഉള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളിലും അത് അതീവ ശക്തമാണ്. എന്നാൽ ഇന്ത്യയിലെ ജാതിയെക്കുറിച്ച് മാത്രമാണ് ഈ CJ എന്ന് പറയുന്ന ക്രിസ്റ്റോഫ് ജാഫർലോട്ട് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഈ അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിനെ അധികരിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുകയുണ്ടായി. അപ്പോൾ അതിനുവേണ്ടി ഈ ക്രിസ്റ്റഫർ ജാഫർലോട്ട് എന്ന് പറയുന്ന ആള് ഒരു പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതിയുടെ പേരാണ് മുസ്ലിംസ് ഇൻ എ ടൈം ഓഫ് ഹിന്ദു മജോറിറ്റേറിയനിസം. മുസ്ലിംസ് ഇൻ എ ടൈം ഓഫ് ഹിന്ദു മജോറിറ്റേറിയനിസം. ഹിന്ദു ഭൂരിപക്ഷാത്മകതയുടെ സമയത്തുള്ള മുസ്ലിം എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഇതൊരു വലിയ പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് 2024 ഇലക്ഷന് മുമ്പായി ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി വ്യക്തികളെയും സ്ഥാപനങ്ങളെയും മാധ്യമങ്ങളെയും വിലക്കെടുക്കാൻ, അതിനവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്പോൺസർ ചെയ്യാൻ, വിലക്കെടുക്കാൻ വേണ്ടിയാണ് ഇവർ ഈ സംവിധാനം, ഈ പദ്ധതി ഏർപ്പെടുത്തിയത്. അതിനുവേണ്ടി അവർ നീക്കിവെച്ച തുക $3,80,500 അമേരിക്കൻ ഡോളറാണ്. ആ $3,80,500 അമേരിക്കൻ ഡോളർ എന്ന് പറയുമ്പോൾ 3,21,39,800 രൂപയാണ്. അത്രയും വലിയ തുകയാണ് ഇന്ത്യൻ സമൂഹത്തിൽ ഇത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി ക്രിസ്റ്റഫർ ജാഫർലോട്ട് സാമ്പത്തിക സഹായമായി നൽകിയത്. അപ്പോൾ ഇതില് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ ഉണ്ട്. ഹിന്ദു റൈറ്റ്സ് ആൻഡ് ഇന്ത്യൻ റിലീജിയസ് നയതന്ത്രം എന്നുള്ള ഒരു പദ്ധതി, അതിന് ഹെൻറി ലൂസ് ഫൗണ്ടേഷൻ പിന്തുണ നൽകി. അപ്പോ CJയും ഹെൻറി ലൂസ് ഫൗണ്ടേഷനും ചേർന്നുകൊണ്ടാണ് ഈ ആശയം ഇന്ത്യക്കകത്ത് പ്രചരിപ്പിക്കാൻ ആരംഭിച്ചത്. ഇതിൽ അവർ തിരഞ്ഞെടുത്തത് ചില വിഷയങ്ങളാണ്. 1, ഹിന്ദു ദേശീയത. 2, വംശീയ ഐഡന്റിറ്റി. 3, സ്വേച്ഛാധിപത്യപരമായ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ. അതായത് ഭരണകൂടം സ്വേച്ഛാധിപത്യമാണ്, ഭരണാധികാരി അതിഭീകരനായ സ്വേച്ഛാധിപതിയാണ്. പിന്നെ മതം, പൗരത്വം എന്നീ വിഷയങ്ങളാണ് ലേഖനങ്ങളായി പ്രസിദ്ധീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ ചർച്ചാ വിഷയമാക്കാൻ വേണ്ടി ഈ ഹെൻറി ലൂസ് ഫൗണ്ടേഷനും അതുപോലെ CJ എന്നറിയപ്പെടുന്ന ക്രിസ്റ്റോഫ് ജാഫർലോട്ടും കൂടി ഇന്ത്യയിലേക്ക് പ്രചരിപ്പിച്ചത്. അപ്പോൾ ഈ പ്രചരണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. നമുക്കറിയാം, ജാതി സംവരണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ ധരിക്കുന്നത് എന്താ, അത് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ജനതാദൾ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആശയമാണെന്നാണ്. അവരാണിത് കൊണ്ടുവന്നതെങ്കിലും അതിന്റെ പിറകിലെ ബുദ്ധി കേന്ദ്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് ഈ പണം വന്നത് എന്നും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച സംഘടനകൾ ഏതാണെന്നും അന്വേഷിക്കുമ്പോൾ കാങ്കി എൻഡോമെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതില് CEIP എന്നാണ് അത് അറിയപ്പെടുന്നത്. കാങ്കി എൻഡോമെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ് ഫൗണ്ടേഷൻ എന്നാണ് അതിന്റെ പേര്. അവര് 1,20,000 അമേരിക്കൻ ഡോളർ, അതായത് 1,17,600 രൂപ ഇത്തരം വിഷയങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ഹിന്ദു ദേശീയത, വംശീയ ഐഡന്റിറ്റി, സ്വേച്ഛാധിപത്യ അടിച്ചമർത്തൽ, മതം, പൗരത്വം, ഈ വിഷയങ്ങൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഹൈലൈറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ CIA-ക്കെതിരായ സമരം, അതുപോലെ നരേന്ദ്രമോദി ഏകാധിപതിയാണ് എന്നുള്ള നെറേറ്റീവ്, അതുപോലെ ഹിന്ദുത്വം, ഹിന്ദുയിസം ഇതിനെ സംബന്ധിച്ചുള്ള ദേശീയത, ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള വലിയ വലിയ വാദകോലാഹലങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ സജീവമായി കേൾക്കുകയാണ്. ഇതിനൊക്കെ പുറമെ ഇന്ത്യയിൽ മതപരമായ അക്രമങ്ങളുടെ കണക്കെടുപ്പ് എന്നത് ഒരു പ്രോജക്റ്റ് ആക്കി തന്നെ കൊണ്ടുവന്നു. അതിനുവേണ്ടി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന് പറയുന്ന ഒരു സംഘടന $3 ലക്ഷം ഇന്ത്യയിൽ മുടക്കിയത്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, HLF എന്ന് പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത്. അവര് മുടക്കിയത് $3 ലക്ഷം അമേരിക്കൻ ഡോളറാണ്. എന്ന് പറയുമ്പോൾ 2,50,44,000 ഇന്ത്യൻ രൂപ. എത്രയോ ഭീമമായ തുകയാണ് ഇന്ത്യയിലേക്ക് പമ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഇനി ഇത് കൂടാതെ തന്നെ ഇന്ത്യയെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും പറ്റി മോശമായ കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കാൻ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ വഹിച്ച പങ്ക് സിസ് ഇൻഫോ ലാബ് വിശദമാക്കി പറയുന്നുണ്ട്.
ഈ ജോർജ് സോറോസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഇന്ത്യയിൽ ചർച്ച ചെയ്ത് തുടങ്ങിയ വിഷയമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇത് മറ്റ് സംഘടനകളുമായി കൂട്ടുചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത സംരംഭമായി തീരാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇന്ത്യ വളരെ പെട്ടെന്ന് കുതിച്ചു കയറി ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുകയും വീറ്റോ പവർ ഇല്ലാത്ത ഇന്ത്യ വീറ്റോ പവറുള്ള രാജ്യങ്ങളെ പോലും കടത്തിവെട്ടി ലോകശക്തിയാവുകയും ചെയ്ത സമൂഹ കാലഘട്ടം, ഈ സാമൂഹിക സമീപകാല സാഹചര്യം. കോവിഡിന് ശേഷം ലോകത്തെ എല്ലാ രാജ്യങ്ങളും തകർന്നപ്പോഴും തകരാതെ 7.5%, 8% വളർച്ചാ നിരക്ക് കാണിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ, അതുപോലെ 5 ട്രില്യൺ എക്കണോമി, ചൈന തകർന്നടിയുമ്പോൾ ചൈനയിൽ ഉണ്ടായിരുന്ന ഉൽപാദകർ മുഴുവൻ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച, ഇതൊക്കെ തന്നെ വളരെ വിശദമായി ലോകം പഠിക്കുകയും ആഗോള ശക്തിയായി ഇന്ത്യ കടന്നു വരുന്നതിനെ തടയാൻ ചൈന മുതൽ അമേരിക്ക വരെയുള്ളവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇതെങ്ങനെയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതിനെ കുറിച്ചും പറയുന്നുണ്ട്. കനേഡിയൻ ഇന്ത്യൻ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള റിക്കൻ പട്ടേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇയാൾ കാനഡയിലാണ് താമസിക്കുന്നത്. ഇന്ത്യ കാര്യങ്ങളിൽ വളരെ ആക്ടിവിസ്റ്റ് ആണ്. സമരം നടക്കുമ്പോൾ കാനഡയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറത്തിറങ്ങി കർഷകനായിട്ട് അഭിനയിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കക്ഷിയാണ് ഈ റിക്കൻ പട്ടേൽ. ആ റിക്കൻ പട്ടേലിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഈ അദ്ദേഹത്തിനൊരു സാമ്പത്തിക NGO ഉണ്ട്. അതിന്റെ പേര് നമിതി ഫൗണ്ടേഷൻ എന്നാണ്. റിക്കൻ പട്ടേലിന്റെ നമിതി ഫൗണ്ടേഷനിലേക്ക് 2016 മുതൽ 2022 വരെ ഈ OSF എന്ന് പറയുന്ന ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിൽ നിന്ന് ദശലക്ഷക്കണക്കിന് അമേരിക്കൻ ഡോളറിന്റെ ധനസഹായം കിട്ടിയതായി തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പദ്ധതിയിലൊക്കെ പങ്കാളിയായിട്ടുള്ള ഈ റിക്കൻ പട്ടേൽ ഫ്രണ്ട്സ് ഓഫ് ഡെമോക്രസി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിന്റെ പ്രസിഡന്റായി. ഇന്ത്യയിൽ അത് ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചത് ഭരണകക്ഷിയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയെ രക്ഷിക്കുക. ഇവിടെയാണ് അവസാനത്തെ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തി കാണിച്ചതിന്റെ പിറകിലുള്ള സാമ്പത്തിക സ്രോതസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പൊ ഭരണകൂടത്തിൽ നിന്ന് ഭരണഘടനയെ രക്ഷിക്കുക. അപ്പൊ ഭരണഘടന അപകടത്തിലാണ് എന്നുള്ള മുറവിളി ഉയർത്തുക, അതാണ്. അപ്പൊ അതിന് ഈ റിക്കൻ പട്ടേലിന് അദ്ദേഹത്തിന്റെ സംഘടന, അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷനായിട്ടുള്ള ഫ്രണ്ട്സ് ഓഫ് ഡെമോക്രസി ഗ്രൂപ്പ്, അദ്ദേഹമാണ് അതിന്റെ പ്രസിഡന്റ്. അതിന് ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. ആ ഫണ്ട്, ഈ റിക്കൻ പട്ടേലിന് ലഭിച്ച ഫണ്ട് ന്യൂഡൽഹിയിലെ സെന്റർ ഫോർ പോളിസി റിസർച്ച് CPR പോലെയുള്ള ഇന്ത്യൻ തിങ്ക് ടാങ്കുകളിലേക്ക് കിട്ടുകയുണ്ടായി. അപ്പോ വിദേശ ഫണ്ട് റിക്കൻ പട്ടേലിന് വരുന്നു. റിക്കൻ പട്ടേലിൽ നിന്ന് അത് ന്യൂഡൽഹിയിലുള്ള സെന്റർ ഫോർ പോളിസി റിസർച്ച് എന്ന് പറയുന്ന സംഘടനയുടെ ഫണ്ടിലേക്ക് വരുന്നു. തുടർന്ന് ഇതൊക്കെ ഇന്ത്യ ഗവൺമെന്റ് അറിയാതെയാണോ എന്ന് ചോദിക്കും. അല്ല, ഇന്ത്യ ഗവൺമെന്റ് ഇത് കണ്ടുപിടിച്ചു. ഇന്ത്യ ഗവൺമെന്റ് ഇത് കണ്ടുപിടിച്ച് 2020 ഈ പറഞ്ഞ സെൻട്രൽ ഫോർ പോളിസി റിസർച്ചിന്റെ ലൈസൻസ് കട്ട് ചെയ്തു. വിദേശത്ത് നിന്ന് പണം കൊണ്ടുവരാനുള്ള ലൈസൻസ് തന്നെ കട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും വ്യക്തമായിട്ടുള്ള യുദ്ധവും തിരിച്ചടികളും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ ഈ വിഷയം കത്തിപ്പടർന്ന് കഴിഞ്ഞിരുന്നു, ക്യാൻസർ പോലെ ബാധിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ റഷ്യൻ പ്രസിദ്ധീകരണമായ സ്പുട്നിക്കില് ഗിരീഷ് ലിങ്കണ്ട എന്ന് പറയുന്ന ആള് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അപ്പോ ഇതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് പുറത്തു വന്ന ചില കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് പാർട്ടി ഓഫീസുകളുടെ മുമ്പിൽ വനിതകൾ ബഹളം വെക്കുകയാണ്. ആജ് തക് TV പോലെയുള്ള TV ഇപ്പൊ നിങ്ങൾ തുറന്നു നോക്കിയാൽ ആ വാർത്ത കാണാം. അതായത് അവർക്ക് വോട്ടെടുപ്പിന്റെ തലേ ദിവസം കോൺഗ്രസ് പാർട്ടി അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി ഇവരൊക്കെ വിതരണം ചെയ്ത ഒരു കാർഡ് ഉണ്ട്. ആ കാർഡ് ആർക്ക് വേണമെങ്കിലും ഗൂഗിൾ ചെയ്താൽ ഇപ്പോൾ അതിന്റെ ഫോട്ടോ, ഇഷ്ടം പോലെ ഫോട്ടോ അവൈലബിൾ ആണ്. അതിൽ ഖാർഗെയുടെ പടമുണ്ട്, രാഹുൽ ഗാന്ധിയുടെ പടമുണ്ട്, ചിലതിനകത്ത് സോണിയയുടെ പടമുണ്ട്, ചിലതിൽ മുലായം സിംഗിന്റെ മകന്റെ പടവും, ഇങ്ങനെയെല്ലാം ഉണ്ട്. അതിന്റെ അവർ വ്യക്തമായിട്ട് അച്ചടിച്ചിട്ടുണ്ട്, ഹിന്ദി ഭാഷയിൽ അച്ചടിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ 1 ലക്ഷം രൂപ തരും, പ്രതിദിനം 400 രൂപ തരും എന്നച്ചടിച്ച ഒരു കാർഡ് കൊടുത്താൽ നമുക്കതിനെ പറ്റി പറയാൻ പറ്റും, ഇതൊരു ഇലക്ഷൻ പ്രചരണമാണ്, അതിനിങ്ങനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ
എന്ന് നമുക്ക് ചോദിക്കാം. ശരിയാണ്. ഇന്നിപ്പോ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്, ഇലക്ഷൻ പ്രചരണത്തിന്റെ നോട്ടീസാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് നോട്ടീസ് അല്ല, ഇതൊരു കാർഡാണ്. ആ കാർഡിന്റെ അടിയിൽ നിരവധി ലൈനുകളുണ്ട്. ആർക്ക് വേണമെങ്കിലും ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നിരവധി ലൈനുകളുണ്ട്. ആ ലൈനിലെ പേര്, വിലാസം, ബാങ്ക് അക്കൗണ്ട്, ഇങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുകയാണ്. ഇത് പൂരിപ്പിച്ചുകൊണ്ട് ഇലക്ഷൻ വോട്ട് ചെയ്തിട്ട് അതിനുശേഷം വന്നാൽ നിങ്ങൾക്ക് ഈ പൈസ കിട്ടും എന്നാണ് വീടാന്തരം കയറി പ്രചരിപ്പിച്ചത്. 1 ലക്ഷം രൂപ കൈ കിട്ടുമെന്ന് മാത്രമല്ല, ദിവസം തോറും 400 രൂപ വീതം കിട്ടുമെന്ന് കണ്ടാൽ അത് വനിതകൾക്കേ കിട്ടുള്ളൂ എന്നാണ്. വനിതകൾക്കുള്ള പദ്ധതി എന്ന് പറഞ്ഞാണ്. വനിതകളാണ് ഇന്ന് വന്ന് ബഹളം വെക്കുന്നത്. അപ്പോ ഇന്നലെ പൈസ തരാമെന്ന് പറഞ്ഞു, ഇന്നിവിടെ വന്നപ്പം ഓഫീസ് അടച്ചിട്ടിരിക്കുന്നു, ഒരു മനുഷ്യനും ഇല്ല. ഇതാണ് അവസ്ഥ. അത് കിട്ടി ഇല്ലേ? ഡൗൺലോഡ് എടുത്ത് അല്ലേ? അത് തന്നെ സാധനം, ഇത് തന്നെ സാധനം. വളരെ ക്ലിയർ ആണ്. പ്രേക്ഷകർ കണ്ടോളൂ, വളരെ ക്ലിയർ ആണ്. അതിൽ പേരെഴുതി, അഡ്രസ് എഴുതി, ഡീറ്റെയിൽസ് എഴുതി എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ജനങ്ങളങ്ങ് വിശ്വസിച്ചു പോയി. അപ്പോൾ ഇവിടെ അവർ പറഞ്ഞത് എന്താണെന്നറിയോ? വീട് കയറി മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് TV കൂടെ കേൾക്കാനേ പറ്റുള്ളൂ, മൈക്കിൽ കൂടി പറയാനേ പറ്റുള്ളൂ. ഞങ്ങളുടേതല്ല, ഞങ്ങളിത് കാർഡ് അച്ചടിച്ച് നിങ്ങളുടെ കൈ തന്നിരിക്കുകയാണ്. നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ ഒപ്പില്ലേ? രാഹുൽ ഗാന്ധിയുടെ ഒപ്പുണ്ട്. കാർഗയുടെ ഒപ്പില്ലേ? കാർഗയുടെ ഒപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ എഴുതി ഒപ്പിട്ട് ഫോട്ടോ സഹിതം പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ കൈ തന്നിരിക്കുകയാണ്. 1 ലക്ഷം രൂപ നിങ്ങൾക്ക് തന്നിരിക്കും, ദിവസം തോറും 400 രൂപ തന്നിരിക്കും. പാവം ജനങ്ങൾ ഞെട്ടിപ്പോയില്ലേ? വിശ്വസിച്ചു പോയില്ലേ? അപ്പോൾ അവര് മോദിയുടെ ഗ്യാരണ്ടിയേക്കാൾ വലിയ ഗ്യാരണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് തന്ന് രാഹുൽ ഗാന്ധിയുടെ പടവും വെച്ച് പേരും വെച്ച് എഴുതി ഒപ്പിട്ട് തന്നിരിക്കുന്നു. സാധാരണ നമ്മുടെ നാടൻ ഭാഷയിൽ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ പറയല്ലേ, സംശയം ഉണ്ടെങ്കിൽ ഞാനിപ്പോ എഴുതി ഒപ്പിട്ട് തരാം. ഇതിപ്പോ എഴുതി ഒപ്പിട്ട് കൊടുത്തു, സംശയമില്ല. പക്ഷെ ഇന്ന് പാർട്ടി ഓഫീസിൽ ചെന്നപ്പോഴാണ് അറിയുന്നത്, പാർട്ടി ഓഫീസ് അടച്ചിട്ടിരിക്കുന്നു, പോലീസുകാർ കാവല് നിൽക്കുന്നു. അത് അടിച്ചു പൊട്ടിക്കാതിരിക്കാൻ വേണ്ടി പോലീസുകാർ കാവല് നിൽക്കുന്നു, ചാനലുകാരും റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെയൊക്കെ പിറകില് ഇതുപോലെയുള്ള, ഞാനിപ്പോൾ ഇവിടെ വിശദീകരിച്ചതുപോലെയുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനകളാണ് നടന്നത്. കാരണം ഇനിയും ഇതിനേക്കാൾ കൂടുതൽ പല കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. രേഖാമൂലം അതിന്റെ തെളിവുകൾ വരാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. എങ്കിലും എനിക്ക് കിട്ടിയ 1-2 കാര്യങ്ങൾ പറയാം. അപ്പൊ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, അയോധ്യ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് തോറ്റുപോയില്ലേ എന്ന്. അവിടെ നടന്ന ഒരു സംഭവം, ഞാനിപ്പോ ഈ ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് ഒരു വ്യക്തിയുമായി സംസാരിച്ചു. അപ്പോ അവിടെയുള്ള അറിയാവുന്ന ഒരാൾ എന്നോട് പറഞ്ഞത്, അവിടെ ഉണ്ടായ സംഭവങ്ങൾ, ഈ അയോധ്യ ക്ഷേത്രം ഉണ്ടായതോടുകൂടി അവിടെ എല്ലാം വൃത്തിയാക്കി ടൈലൊക്കെ ഇട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവിടേക്കുള്ള വഴികളെല്ലാം വളരെ വിശാലമായി ടാർ ചെയ്തു, 4 വരിപ്പാത 6 വരിപ്പാത എല്ലാം ഉണ്ടായി. അതുപോലെ നഗരം വളരെ ശുചിയാക്കി, അതുപോലെ ഗംഗാ നദി ശുദ്ധീകരിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, മറ്റു നദികളൊക്കെ ശുദ്ധീകരിച്ചു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ ഉണ്ട്. അതായത് അവിടെയൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, പശുക്കളെ എല്ലാവരും അഴിച്ചു വിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു, ഇനി ഇങ്ങനെയുള്ള പവിത്രമായ സ്ഥലങ്ങളിലേക്ക് പശുക്കളെ തുറന്നു വിടരുത്, അത് അവിടെ വന്ന് ചാണകമിട്ട് അവിടെ എല്ലാം വൃത്തികേടാക്കി വരുന്ന ആൾക്കാർക്കും ഭക്തജനങ്ങൾക്കും ടൂറിസ്റ്റുകൾക്കും ബുദ്ധിമുട്ടാവും. ഇത് ഒരു നല്ല കാര്യമാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ വീടാന്തരം പ്രചരിപ്പിച്ചത്, ഇനി മുതൽ നിങ്ങൾക്ക് പശുവിനെ വളർത്താൻ കഴിയില്ല. കാരണം പശുവിനെ വളർത്തി ജീവിക്കുന്ന പാവങ്ങളോട് പശുവിനെ അഴിച്ചുവിടരുതെന്നേ ഗവൺമെന്റ് പറഞ്ഞുള്ളൂ. നിങ്ങൾ അതിനെ കെട്ടിയിടണം, അല്ലെ കൂട്ടിലിടണം, അല്ലെങ്കിൽ അങ്ങോട്ട് വിട്ടിട്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ മറുവശത്ത് പ്രചരണം നടത്തിയത് എന്താ? കണ്ടോ, പശുവിനെ വളർത്തൽ നിരോധിച്ചിരിക്കുന്നു, ഇനി നിങ്ങൾ പശുവിനെ തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലീസ് പിടിക്കും. ജനങ്ങൾ ഞെട്ടിപ്പോവുകയല്ലേ? അപ്പൊ രാജ്യത്തൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന്റെ മറുവശത്ത് നുണപ്രചരണം നടത്തിക്കൊണ്ട് ഇലക്ഷൻ പോലെ ഒരു സമയത്ത് അത്തരം കാര്യങ്ങളാണ് നടത്തിയത്. മറ്റൊന്ന്, അയോധ്യ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയായി. അവിടെ ജോലികൾ, മറ്റു കാര്യങ്ങൾ വന്നപ്പോ ജാതി വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും അവിടെ എൻട്രി കൊടുത്തു. അവിടുത്തെ ജോലികളിൽ ഉയർന്ന ജാതി, ഇടത്തരം ജാതി, താഴ്ന്ന ജാതി എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ജാതിക്കാർക്കും അതിനുള്ള അവസരം കൊടുത്തപ്പോ അവിടുത്തെ ഉയർന്ന ജാതിക്കാർക്കിടയിൽ പ്രതിപക്ഷം നടത്തിയ പ്രചരണം കണ്ടോ, നിങ്ങളെ എല്ലാം അമ്പലത്തിൽ നിന്ന് ഇറക്കി വിട്ടു, താണ ജാതിക്കാരെ മുഴുവൻ അമ്പലത്തിൽ കയറ്റി, നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് വർഷത്തെ ആ ക്ഷേത്ര അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതൊരു വൈകാരിക വിഷയമല്ലേ? ആ വൈകാരിക വിഷയവും ഇപ്പം മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടാത്ത ഇത്തരം വൈകാരിക വിഷയങ്ങളും, ഇതേപോലെ പശുവിനെ അഴിച്ചു വിടുന്ന പോലെയുള്ള വിഷയങ്ങളും, അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രാദേശിക വിഷയങ്ങളെ ഭരണകൂടത്തിനെതിരായിട്ട് തിരിച്ചുവിടുന്നതിൽ യാതൊരു ലജ്ജയുമില്ലാതെ, മര്യാദയുമില്ലാതെ പെരുമാറിയ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയാണ് ഈ തരത്തിലുള്ള ഒരു അട്ടിമറിക്ക് കാരണം. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പിന്നാലെ പുറത്തു വരുമായിരിക്കും. ഏതായാലും
ഇത്രയും വ്യക്തമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന, ഇന്റലക്ച്വൽ വാർ ആണ് നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇനി ഇതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ അന്വേഷണം നടത്തി അത് പുറത്തു വരും അടുത്ത ദിവസങ്ങളിൽ എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ഇത്രയും വലിയ ഒരു അട്ടിമറിയാണ്, അതായത് ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കാനുള്ള വളരെ ആസൂത്രിതമായ ഗൂഢാലോചനയും കള്ളപ്രചരണവും. 1 ലക്ഷം രൂപ ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നാൽ 1 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞ കള്ളപ്രചരണം. ഏതായാലും അത് അങ്ങനെ ഒരു കള്ളപ്രചരണം ഒന്നും നടത്തി വോട്ട് മേടിക്കാൻ BJPക്ക് സാധിക്കില്ല, വ്യക്തിത്വം അന്തസ്സുള്ള ആർക്കും സാധിക്കില്ല. ഇതിപ്പോ ഒന്നുമില്ല, എന്തേലും വന്ന് എന്തേലും തട്ടുകേട് കിട്ടിയാൽ പിറ്റേ ദിവസം ഇറ്റലിക്ക് പോകാൻ നിൽക്കുന്നവർക്ക് ഈ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അവർക്ക് ഇതൊക്കെ സാധിക്കും. അപ്പോൾ ഈ റിപ്പോർട്ടിൽ തിരിച്ചറിയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇതുപോലെയുള്ള റിപ്പോർട്ടുകൾ, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, ഇൻഫർമേഷൻ വാർ നടത്തി പരാജയപ്പെടുകയോ വിജയിക്കുകയോ ഒക്കെ ചെയ്യുന്നവരുടെ കുടുംബ പശ്ചാത്തലം നോക്കിയാൽ അവർക്കൊക്കെ തന്നെ പല രാജ്യങ്ങളിൽ പൗരത്വം ഉണ്ടായിരിക്കും. ഇപ്പോ കേരളത്തിലെ CPMന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ ഭാര്യയും മക്കളും എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കിയാൽ മിക്കവാറും പേരുടെ മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ അവിടുത്തെ പൗരത്വമുള്ളവരും, കേരളത്തിലെ CPMന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അവർക്കൊക്കെ വിദേശ പൗരത്വമുള്ളവരും വിദേശത്ത് ജോലിയുള്ളവരും ബിസിനസ് ഉള്ളവരും വ്യവസായം ഉള്ളവരും ഒക്കെയാണ്. നാളെ ഇവിടെ അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവർക്ക് കൂടും കുടക്കെ എടുക്കുക അങ്ങോട്ട് പോവാം, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും പോവാം. പക്ഷേ ഇന്ത്യയെ സ്നേഹിക്കുന്ന BJPയുടെ നേതാക്കന്മാര് ഇതുപോലെ മറ്റു രാജ്യങ്ങളിൽ പോയി പൗരത്വം സ്വീകരിക്കുകയും ആ രാജ്യത്ത് ബിസിനസ്സും വ്യവസായവും ഒക്കെ നടത്തിക്കൊണ്ട് സമ്പത്ത് അവിടെ സമാർജിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരല്ല. പക്ഷെ ഇതൊന്നും സാധാരണ ജനങ്ങളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്ന കാര്യമല്ല, കാരണം അത് അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. അപ്പോൾ ഇത്രയും യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ വിദേശ രാജ്യങ്ങളുടെ കോടാനുകോടി രൂപ കൈപ്പറ്റിക്കൊണ്ട് അതിനൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തും ഒരുക്കിക്കൊണ്ട് ആ വിദേശ ഫണ്ടിന്റെ പിൻബലത്തോടുകൂടി അവരുടേതായ സംഘടനകളുടെ ചരടുവലിക്കൊപ്പം പാവ കളിക്കുന്ന മാധ്യമങ്ങളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, നേതാക്കന്മാരുണ്ട്, NGOകളുണ്ട്. ഇവരുടെ എല്ലാം കൂടി കൂട്ടായ പരിശ്രമം അവിടെ, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, ചൈന, പാകിസ്ഥാൻ, ജർമ്മനി, ബ്രിട്ടൻ, കാനഡ, അമേരിക്ക അടക്കമുള്ള വൻ ശക്തി രാഷ്ട്രങ്ങളെ പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഇന്ത്യ എന്ന് പറയുന്ന ലോക മഹാശക്തിയെ പിടിച്ചു കെട്ടാൻ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തുക, NDA ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുക, ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഇന്റലക്ച്വൽ വാർ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇന്റലക്ച്വൽ വാർ എന്നുള്ളത് തികച്ചും യാഥാർത്ഥ്യമായ ഒരു വസ്തുതയാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ട് എങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ വിവരങ്ങൾ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച ആളിന്റെ ഇമെയിൽ ID നിങ്ങൾക്ക് തരാം, നേരിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഇമെയിൽ ID ഇതാണ്, girishlinganna@gmail.com. ഒന്നുകൂടി പറയാം, girishlinganna@gmail.com. ഈ ഇമെയിൽ IDയിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇപ്പോൾ ഞാൻ പറഞ്ഞതിനേക്കാൾ വളരെ വിശദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഏതായാലും ഈ ആശയങ്ങൾ ഇനിയെങ്കിലും നമ്മൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭരണം മോശമാണെന്നോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നടപടികൾ ജനവിരുദ്ധമാണെന്നോ ഒക്കെയുള്ള വ്യാഖ്യാനമായിരിക്കും നമ്മുടെ ചർച്ചാവേദികളിൽ വരിക. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വിഷയം നിങ്ങളുടെ സമക്ഷം ഞാൻ അവതരിപ്പിച്ചത്. ഇതിന് അവസരം തന്ന ശ്രീ ബൈജുവിനും അദ്ദേഹത്തിന്റെ ചാനലിനും ഞാൻ നന്ദി പറയുന്നു. ഈ വിഷയം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് അന്വേഷിക്കുക. ഞാൻ എല്ലാ തെളിവുകളും നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള ഇമെയിൽ ID വരെ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മീഡിയയിൽ ഇപ്പോൾ ലഭ്യവുമാണ്. അപ്പോൾ എല്ലാവരും ഈ വിഷയം ഒന്ന് പഠിച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് വരണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. സർ, എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു സംശയം, നമ്മുടെ സാധാരണക്കാരുള്ള പ്രേക്ഷകരൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വലിയൊരു സംശയമാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വലിയ വ്യാപകമായുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനൽ, സത്യത്തിൽ എനിക്ക് അതിന്റെ പേര് പറയേണ്ടതുണ്ട്, പക്ഷെ 3 ABCDയിൽ ഉൾപ്പെടുന്ന 3 ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ഒരു ചാനലാണ്. ആ ചാനലിൽ അവതരിപ്പിച്ചൊരു പ്രോഗ്രാം ഞാൻ കണ്ടു. നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ സാറിന്റെ ഒക്കെ സ്ഥിരം വീഡിയോ വരുന്ന ഒരു ചാനലാണ്, പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ആ ചാനലിൽ അവതരിപ്പിച്ച ഒരു കാര്യമുണ്ട്, അതിൽ പറയുന്നുണ്ട് RSS പിന്നിൽ നിന്ന് കുത്തി,
അതല്ലെങ്കിൽ RSS പിന്തുണ പിൻവലിച്ചു, RSS കൊടുത്ത മുട്ടൻ പണി എന്ന രീതിയിൽ കൃത്യമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിന് ബുദ്ധിയില്ലാത്ത രീതിയിൽ പല രീതിയിലുള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ ചാനലുകാരൊക്കെ നല്ലോണം ചുക്കാൻ പിടിക്കുന്നുണ്ട്. BJP അതല്ലെങ്കിൽ RSS പിന്തുണയുള്ള അവർക്കൊക്കെ പ്രചരിപ്പിക്കുന്ന അവരുടെ സപ്പോർട്ടർ എന്ന രീതിയിൽ നിലനിന്നുകൊണ്ടിരുന്ന ചാനലുകാരാണ് ഇത്തരത്തിൽ ഇന്നിപ്പോൾ തിരിഞ്ഞു വന്നിരിക്കുന്നത് എന്നാണ് മറ്റെടുത്ത് പറയേണ്ടത്. ഇത്തരത്തിൽ RSSനെ പഴിചാരിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രചാരണത്തിന് അതിനെതിരെ സാറിന്റെ ഒരു അറിവ് വെച്ചിട്ട്, കാരണം സാറ് എന്തായാലും ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടുള്ള ആളാണ്, എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിജി അദ്ദേഹം പറഞ്ഞ അതിന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത് മോദീസ് ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചതോടുകൂടി RSS പിൻവലിഞ്ഞു, അതല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ ആ ഒരു മനസ്സിന് മുറിവേറ്റു, ആ രീതിയിലൊക്കെ പ്രചാരണം നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ആളുകളും അത് തെറ്റിദ്ധരിച്ച് പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. ഇതിന്റെ അടിയിൽ തന്നെ കമന്റ് ഇടുന്ന കണ്ടു, കഴിഞ്ഞ ദിവസത്തെ ലൈവിലൊക്കെ ഇഷ്ടംപോലെ കമന്റുകൾ ഉണ്ടായിരുന്നു. യോഗി ആദിത്യനാഥ് കൊടുത്ത സ്ഥാനാർത്ഥി പട്ടിക എന്തുകൊണ്ട് നിങ്ങൾ അതിൽ മാറ്റം വരുത്തി, RSSന് പണിയാൻ നോക്കിയ മോദിജി എന്ന രീതിയിലൊക്കെ കമന്റുകളൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സാറിന്റെ വാക്കുകൾ? ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇന്റലക്ച്വൽ വാറിന്റെ ഏറ്റവും ശക്തമായ ആയുധം തന്നെയാണ് RSSും BJPയും രണ്ട് രീതിയിൽ ചിന്തിച്ചു, അല്ലെങ്കിൽ RSSന് BJPയുടെ പ്രവർത്തനങ്ങളെ ഇഷ്ടമായില്ല, അല്ലെങ്കിൽ RSS നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരാണ്, അതിന്റെ തിരിച്ചടിയാണ് നരേന്ദ്രമോദിക്ക് കിട്ടിയത്. ഈ പ്രചരണം ഈ ഇന്റലക്ച്വൽ വാറിന്റെ ഏറ്റവും ശക്തമായ ആറ്റം ബോംബാണ്. അതായത് ലോക ചരിത്രത്തിൽ ഒരിടത്തും കാണാത്തൊരു സംഭവമാണ് RSSനെ പോലൊരു സംഘടന 100 വർഷമായി ഇന്ന് വരെ പിളർന്നിട്ടില്ല, ഇന്ന് വരെ അതിനകത്തുനിന്ന് ഒരു ഗ്രൂപ്പ് പുറത്തോട്ട് പോയിട്ട് എതിരായിട്ട് നിന്ന് പ്രവർത്തിച്ചിട്ടില്ല. അത് 100 വർഷമായി. എന്നാൽ 1975 വർഷമായി BJP ഉണ്ടായിട്ട്. BJP എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ടല്ല, ആദ്യം ജനസംഘമായിരുന്നു, പിന്നീട് ജനതാ പാർട്ടിയുടെ കാലഘട്ടത്തിന് ശേഷം അത് BJP ആയി. പക്ഷെ ജനസംഘമായിരുന്നപ്പോഴും BJP ആയിരുന്നപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ഈ കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് കാലത്തെ അതിന്റെ ചരിത്രത്തിൽ ആ രാഷ്ട്രീയ പാർട്ടി പിളർന്നിട്ടില്ല. ഇന്ത്യയിൽ കോൺഗ്രസ് എത്രയോ തവണ പിളർന്നു, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എണ്ണിയാൽ തീരാത്ത 38 36 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും 2 3 കോൺഗ്രസ് ഉണ്ട്. പക്ഷെ BJP എന്ന് പറയുന്ന സാധനം ഒറ്റ എണ്ണേ ഉള്ളൂ, അന്നും ഇന്നും എന്നും ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഇതൊരു വലിയ ലോകാത്ഭുതമാണ്. RSSും BJPയും ലോക അത്ഭുതമാണ്. ആ ലോക അത്ഭുതത്തെ തകർക്കാതെ ഇന്ത്യ തകർക്കാൻ പറ്റില്ല എന്നിവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ഒരു ഉണ്ടയില്ല വെടി മാത്രമാണ്. RSS BJP രണ്ടാണ്. അപ്പൊ ഇന്നലെ ഒരു ചാനലിൽ ഈ വിഷയം എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ ചോദിച്ചു, ഈ RSSന്റെ പ്രചാരകനാണല്ലോ, RSS തന്നെയാണല്ലോ നരേന്ദ്രമോദി, അല്ലാതെ നരേന്ദ്രമോദി നിങ്ങൾ കാണുന്ന BJPക്കാരൻ മാത്രമല്ല. അതായത് ജനസംഘം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യകാലത്ത് ആലോചിക്കുന്ന സമയത്ത് RSSലെ ഏറ്റവും ശക്തനായിട്ടുള്ള പ്രചാരകനെ ആണ് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ആണെന്ന് വിട്ടുകൊടുത്തത്. അന്ന് അദ്ദേഹം ഉത്തർപ്രദേശിന്റെ പ്രാന്ത പ്രചാരകൻ. ഇന്ത്യയിലെ ഉത്തർപ്രദേശ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ധരിച്ചിരിക്കുന്ന നമ്മുടെ ഒരു ചുമ്മാ സംസ്ഥാനം അല്ല. ഉത്തർപ്രദേശും ബീഹാറും കൂടെ കൂടിയാൽ അമേരിക്കയായി. ഉത്തർപ്രദേശിന്റെ ജനസംഖ്യയും ബീഹാറിന്റെ ജനസംഖ്യയും കൂടെ ഒന്നിച്ചു കൂട്ടിയാൽ അമേരിക്കൻ ജനസംഖ്യ എന്ന് പറയുമ്പോൾ അത്രയും വലിയ ഒരു ഭൂവിഭാഗം. അവിടുത്തെ പ്രാന്തപ്രചാരകനായിരുന്ന പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായാണ് ജനസംഘം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ചുമതല ഏൽപ്പിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ജനസംഘമാണെങ്കിലും BJP ആണെങ്കിലും രണ്ടായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം ഇല്ല. ഇത് ഇതിനകത്തുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പൊ BJPക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ RSSകാരായിട്ടുള്ള ഒരു 10-15 വർഷത്തിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള എല്ലാവർക്കും ഇത് മനസ്സിലാവും. പക്ഷെ പുറത്ത് നിൽക്കുന്നവർ ഓർത്തിരിക്കുന്ന ഈ RSSും BJP രണ്ടാണെന്നാണ്. ഇനിയിപ്പോ ഇവരെ അറിയാൻ മേലാത്ത 100 കണക്കിന് വിവിധ ക്ഷേത്രങ്ങൾ, ഞങ്ങൾ വിവിധ ക്ഷേത്രങ്ങൾ എന്ന് അതിന് പറയാം, പുറത്തുള്ളവർ അതിനെ പരിവാർ എന്ന് പറയും. ഇത് പറയുന്നത് കേട്ടാൽ തന്നെ അറിയാം. പരിവാർ എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് ഈ സാധനത്തെ കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ല എന്ന് അതിന്റെ അർത്ഥം. വിവിധ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇത് അകത്തുള്ളവരാ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ ഈ ഒരു സംവിധാനത്തിനെ ഒരു ശരീരത്തിന്റെ കാല്, കയ്യ്, കണ്ണ്, മൂക്ക്, ചെവി എന്നൊക്കെ ഉള്ള അവയവങ്ങൾ പോലെ തന്നെയാണ്. അല്ലാതെ കാല് കൈക്കെതിരാണെന്നോ കണ്ണ് ചെവിക്കെതിരാണെന്നോ ഒക്കെ പറയുന്ന പോലെയാണ് BJP RSSനെതിരാണ്, RSS BJPക്കെതിരാണ്, അവർ കൊടുത്ത പണിയാണ് എന്നൊക്കെ പറയുന്നത്. അത് അവരുടെ സംസ്കാരം അനുസരിച്ച് അവരങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നല്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇപ്പൊ അനുഭാവികളായിട്ടുള്ളവരുണ്ടല്ലോ, ഇപ്പൊ BJPയുടെ അനുഭാവികളുണ്ട്, RSSന്റെ അനുഭാവികളുണ്ട്. അപ്പൊ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ, അയ്യോ ഇത് ശരിയായില്ലല്ലോ, ഇതെന്നാ തമ്മിലടിക്കുകയാണോ, അങ്ങോട്ടും ഇങ്ങോട്ടും അവിശ്വാസം വന്നാൽ എങ്ങനെയാ ശരിയാകുന്നത്, ഇങ്ങനെയൊക്കെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ട് RSSന്റെയും BJPയുടെയും ക്രെഡിബിലിറ്റി
അവരുടെ അനുഭാവി വൃന്ദത്തിനിടയിൽ നഷ്ടപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഒരു വ്യക്തി ഹത്യ തന്നെയാണ് ഇത്. അതല്ലാതെ അതിനകത്ത് മറ്റ് യാതൊരു യാഥാർത്ഥ്യവുമില്ല. 46 വർഷമായിട്ട് ഈ പ്രസ്ഥാനത്തിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 46 വർഷമായിട്ട്. ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ ഞാൻ യാത്ര ചെയ്യുന്നു, അഖിലേന്ത്യാ തലത്തിലുള്ള ചുമതല വഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അസന്നിഗ്ധമായിട്ട് പറയാൻ കഴിയും, ഈ പറഞ്ഞ ആരോപണം അങ്ങേയറ്റം അസംബന്ധം മാത്രമാണ്. ഇത്തരത്തിൽ ഇനിയിപ്പോ ഇവരുടെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും സാർ? നമ്മൾ ഇന്നലെ മുതൽ ഹരിസ് പ്രസാദ് ജി കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മുറിവേറ്റ നരേന്ദ്രമോദിജിയുടെ ഇന്നിപ്പോൾ രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒന്നാണ്, നരേന്ദ്രമോദിജി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച മീറ്റിംഗിലെ നരേന്ദ്രമോദിജി തല കുമ്പിട്ടിരിക്കുന്നതും വളരെ വിഷമത്തോടു കൂടി ഇരിക്കുന്നു എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിന്റെ ഒരു ഭാഗത്ത് നിന്ന് അടർത്തിയെടുത്തതാണെന്ന് തോന്നുന്നു. ആള് എല്ലാവരും എത്തിച്ചേരുന്നതിന് മുൻപുള്ള ഒരു ഇടവേളയിൽ എടുത്ത വീഡിയോയുടെ ക്ലിപ്പാണെന്ന് തോന്നുന്നു. ഇനി എങ്ങനെയായിരിക്കും സാർ ഈ ഇന്ത്യക്കാരുടെ അവരുടെ വരാനിരിക്കുന്ന നാളുകളിലെ അവരുടെ പ്രകടനം? ബൈജു ഉപയോഗിച്ച ആ ഒരു പ്രയോഗം ഞാൻ ഒന്ന് തിരുത്തിക്കോട്ടെ, ഞാനത് അംഗീകരിക്കുന്നില്ല. മുറിവേറ്റ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. എന്താ കാര്യം എന്നറിയോ? നരേന്ദ്രമോദിയെ മുറിവേൽപ്പിക്കാൻ മാത്രമൊന്നും ഒരുത്തനും ഇവിടെ വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ ഒരു കൊതുക് കുത്തിയാൽ എന്ത് സംഭവിക്കാം? അതുപോലെ ഒരു കൊതുക് കുത്തി എന്നല്ലാതെ അതിനപ്പുറത്തൊന്നും ഒരു മുറിവ് ഏറ്റിട്ടില്ല. വൈദ്യു ചോദിച്ച അടുത്ത ചോദ്യം എന്താണ്? ഇനി ഈ ഇന്ത്യക്കാരുടെ, അതായത് നമ്മുടെ INDI ഇന്ത്യക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ഇത്രയ്ക്കും വലിയൊരു ദ്രോഹം ചെയ്തിട്ടാണ് ഇത്ര സീറ്റുകൾ നേടിയതെന്ന് ലോകം അറിയുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇനി ഇവരുടെ അവസ്ഥ എന്തായിരിക്കും സാർ? അവരുടെ അവസ്ഥ വളരെ വ്യക്തമാണ്. ഇവിടെ ഈ വിദേശ ബുദ്ധിജീവികളുടെ ബൗദ്ധിക പിന്തുണയും സാമ്പത്തിക പിന്തുണയും നേടിക്കൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെ പർച്ചേസ് ചെയ്ത ഒരു സംഭവമാണ് ഇന്ത്യ മുന്നണി. എന്നാൽ പർച്ചേസിങ്ങിന് ഞങ്ങൾ നിന്ന് തരികയില്ല, നിങ്ങളുടെ ഉദ്ദേശം നല്ലതായതുകൊണ്ട് നിങ്ങളുടെ കൂടെ കൂടാം എന്ന് പറഞ്ഞവരാണ് CPM, CPI അല്ലെങ്കിൽ മമതാ ബാനർജി പോലെയുള്ളവര്. അവർ പറഞ്ഞു, ഇതിന്റെ പറയാനുള്ള കളിയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളെ അങ്ങനെ വിലക്കൊന്നും എടുക്കണ്ട, അങ്ങനെ ഞങ്ങളെ പിടിച്ച് കൂട്ടിലിട്ടേച്ച് പിന്നെ അതിന് ഞങ്ങൾക്കും കൂടെ വില നിങ്ങൾ പറയണ്ട, അതുകൊണ്ട് പുറത്തു നിന്ന് പിന്താങ്ങിക്കോളാം, ആവശ്യം വന്നാൽ കൂടാം, നിങ്ങൾ പറയുന്ന കാര്യം എന്താ പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞത് നമുക്ക് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാം, നരേന്ദ്രമോദിയെ താഴെ ഇറക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു, നിങ്ങളൊന്ന് സഹായിച്ചു തന്നാൽ മതി, നിങ്ങളുടെ സഹായം കൂടെ കിട്ടിയാൽ ഉറപ്പാണ് എന്ന് പറഞ്ഞു. ആദ്യം ചാടിപ്പോയത് ആരാ? നിതീഷ് കുമാർ ഓർത്ത് ശരിയായിരിക്കും, നരേന്ദ്രമോദിയെ താഴെ ഇറക്കി എനിക്ക് പ്രധാനമന്ത്രി ആകാതിരിക്കും, അങ്ങേർക്ക് വെച്ചിരിക്കുന്ന ഓഫർ അതാന്ന് തോന്നുന്നു. അവിടെ ചെന്ന് ഇതിന്റെ പരിവവും മട്ടും എല്ലാം കണ്ടപ്പം അങ്ങേർക്ക് മനസ്സിലായി നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനുള്ള പദ്ധതി ഒന്നും അല്ല ഇത്. നരേന്ദ്രമോദിയെ താഴെ ഇറക്കും എന്ന് പറഞ്ഞ് ആൾക്കാരെ വിളിച്ചുകൂട്ടി ഇവന്മാരെ മൊത്തം കച്ചവടം ചെയ്ത് വിദേശത്ത് നിന്ന് പൈസ അടിക്കാനുള്ള ഒരു പണിയാണ്. അതുകൊണ്ട് ഇത് നഷ്ടക്കച്ചവടമാണ്. എനിക്ക് പ്രധാനമന്ത്രി ആകാൻ പറ്റിയല്ല, ഇവർക്കൊട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനുള്ള ഉദ്ദേശവും ഇല്ല. സത്യം പറഞ്ഞാൽ ഈ ഇന്റലക്ച്വൽ വാറിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് ചെയ്ത മഹാബുദ്ധിമാന്മാരെ മലത്തി അടിച്ച ബുദ്ധിമാന്മാരാണ് ഈ ഗാന്ധി കുടുംബം, ഈ ഗണ്ഡി കുടുംബം എന്ന് പറയുന്ന സാധനം. അവന്മാര് വിദേശത്തെ മുഴുവൻ പൈസ മേടിച്ചെടുത്തു, നരേന്ദ്രമോദി തൊട്ട് താഴെ ഇറക്കിയില്ല. ഇപ്പൊ നാളെ സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ്, അവന്മാര് വന്ന് കുത്തിന് പിടിക്കും. ആരുടെ? ഈ രാഹുൽ ഗാന്ധിയുടെയും ഈ സോണിയാഗാന്ധിയുടെയും കുത്തിന് പിടിക്കുക, പൈസ മേടിച്ച് ഇങ്ങോട്ട് വെച്ച് എവിടെ നിങ്ങൾ നരേന്ദ്രമോദി ഇറക്കാന്ന് പറഞ്ഞിട്ട് ഇറക്കിയില്ലല്ലോ എന്ന് പറയുമ്പം ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലടിച്ചു വെടിവെച്ചു എന്നൊക്കെ കേൾക്കുകയല്ലേ. ആ അവസ്ഥയാണ് ഇനി ഇന്ത്യ മുന്നണിക്ക് വരാൻ പോകുന്നത്. ഇവന്മാര് തമ്മിലടിച്ചില്ലെങ്കിൽ അവന്മാര് പണി കൊടുക്കും. ആര് പണി കൊടുക്കും? ഞാൻ നേരത്തെ ഇവിടെ വായിച്ചുള്ള ഒരു ലിസ്റ്റ്, കുറെ ഫൗണ്ടേഷനുകൾ ലക്ഷക്കണക്കിന് കോടാനുകോടി രൂപ കൊടുത്തവന്മാരുണ്ടല്ലോ. അപ്പൊ അവന്മാരെ പറ്റിച്ചു. അതായത് ശരിക്കും പറഞ്ഞാൽ അവർക്കത് വേണം. ഈ പറഞ്ഞ ഫൗണ്ടേഷനുകളൊക്കെ കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലേക്ക് ഒഴുക്കിയിട്ട് നരേന്ദ്രമോദി യവന്മാര് താഴെ ഇറക്കുമെന്ന് ഓർത്ത് ഇവന് പൈസ കൊടുത്തവനെ നമിക്കണ്ടേ? അവന് പണി കിട്ടി, അവന്റെ പൈസ പോയി എന്നല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് വിദേശത്തോട്ടെങ്ങാനും ചെന്നാൽ ഇനിയിപ്പോ രാഹുൽ ഗാന്ധി അങ്ങനെ വിദേശത്ത് പോകും തോന്നുന്നില്ല. പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇട്ട് പിടിക്കും. ഇവിടെ ഇപ്പം നരേന്ദ്രമോദിയുടെ പോലീസും പട്ടാളും ഉള്ളതുകൊണ്ട് ഇവിടെ വന്ന് കയറി പിടിക്കാനൊന്നും അവൻ പോകുന്നില്ല. പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇനി രാഹുൽ ഗാന്ധി പുറത്തോട്ട് പോകാൻ. ഈ പൈസ മേടിച്ചതിന്റെ കണക്കും പറയേണ്ടി വരും, അല്ലെങ്കിൽ നാടൻ ഭാഷ പറഞ്ഞാൽ പൊട്ടിയിലും കിട്ടും. ഇനി അവിടെ എങ്ങാനും വല്ല കേസിലും കുടുക്കി അകത്ത് പിടിച്ചിടുമോന്ന് പോലും അറിയത്തില്ല. അവസാനം പിന്നെ നരേന്ദ്രമോദി പോയി ജാമ്യത്തിൽ ഇറക്കേണ്ട ഗതികേട് വരുമെന്നും അറിയത്തില്ല. പണ്ടൊരിക്കൽ, ഞാനത് വിശദീകരിക്കുന്നില്ല, പണ്ടൊരിക്കൽ ഇങ്ങനെ പിടിച്ച്
സമയത്ത് അന്ന് വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോ അന്ന് പോയി ഇറങ്ങിക്കൊണ്ട് വന്നൊരു കഥയൊക്കെ ഉണ്ട് രാഹുലിന്. ഞാൻ ഇപ്പൊ അത് പറയുന്നില്ല, അതൊക്കെ നാട്ടുകാർക്കറിയാം. അപ്പോ അങ്ങനെ ഒരു അവസ്ഥ വരും. മറ്റൊന്ന്, ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തൂത്തുകൂട്ടി 38 രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യ മുന്നണിക്കകത്ത് കയറ്റുന്നത്. ഈ 38 രാഷ്ട്രീയ പാർട്ടികളോട് ഇവര് പറഞ്ഞത് ധൈര്യമായിട്ട് കൂടെ നിന്നോ, ഇത്തവണ താഴെ ഇറക്കുമെന്ന. ഇപ്പൊ അവര് തിരിച്ചു ചെന്ന് ചോദിക്കും, അല്ല ഇറങ്ങിയില്ലല്ലോ ചേട്ടാ, ഇനിയിപ്പോ എന്താ സംഭവം, ഇപ്പൊ ഞങ്ങൾ നിൽക്കണോ അതേ പോകണോ? മാത്രമല്ല വെറുതെ അവിടെ നിൽക്കാൻ പറ്റിയല്ല. വെറുതെ അവിടെ നിന്നാനുള്ള പ്രശ്നം എന്താ? ഇനിയിപ്പം വീണ്ടും പരമശക്തനായിട്ട് വന്നിരിക്കുകയല്ലേ നരേന്ദ്രമോദി. അപ്പോ ആ നരേന്ദ്രമോദിയുടെ കൂടെ ഇപ്പൊ പലരും പറയുന്ന ഒരു കാര്യമുണ്ടേ, നരേന്ദ്രമോദിയുടെ ശക്തി പോയി, ഇനിയിപ്പം ചന്ദ്രബാബു നായിഡു പിന്തുണച്ചാൽ അല്ലെങ്കിൽ നിതീഷ് കുമാർ പിന്തുണച്ചാലേ ഭരിക്കുള്ളൂ. ഇതിന്റെ ഒരു മറുവശമുണ്ട്. ഇവർ പറയുന്നത് അതിന്റെ അപ്രസക്തമായ കാര്യമാണ്. ഇപ്പം നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് ഇങ്ങനെ ഒരു വമ്പൻ നിരയോട് കൂടെ മറുവശത്തിന്റെ സകല തന്ത്രങ്ങളും അറിയാവുന്ന 2 പേരെ കിട്ടിയിരിക്കുകയാണ്. പണ്ട് കുളച്ചൽ യുദ്ധത്തിൽ വെച്ച് നമ്മുടെ വേലുത്തമ്പി ദളവ ഡച്ച് നാവിക സേനാധിപനായ ഡിനലായിയെ പിടിച്ച് സ്വന്തം കൂടെ കൂട്ടിയിട്ട് ബ്രിട്ടീഷുകാർക്കിട്ട് തിരിച്ചടിച്ച ഒരു ചരിത്രമുണ്ട്. തോറ്റുപോയി ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞ പോലെയാണ് ഈ പ്രതിപക്ഷത്തിന്റെ സേനാനായകന്മാരായിരുന്ന, അതിനകത്ത് ഏറ്റവും സൂക്ഷ്മ ബുദ്ധികളായിട്ടുള്ള, കൂർമ്മ ബുദ്ധികളായിട്ടുള്ള 2 പേരെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലും വലിയ ബുദ്ധിയുള്ളവന്മാർ ഇനി അപ്പുറത്തില്ല. മമതാ ബാനർജിയൊക്കെ ചുമ്മാ ഈ ആവേശവും പരവേശവും ബഹളവും ഒക്കെ ഉള്ളൂ. DMK തമിഴ് വികാരത്തിൽ പിടിച്ചു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരെങ്ങനെയല്ല. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എന്ന് പറഞ്ഞാൽ അവർ പയറ്റി തെളിഞ്ഞ യോദ്ധാക്കൾ തന്നെയാണ്. അവരിപ്പോ ആരുടെ കൂടെയാ? അവര് നരേന്ദ്രമോദിയുടെ ഇടങ്കയും വലങ്കയും ആയിട്ട് നിൽക്കുക. ഇനി ഇവരോടൊന്നും ഏറ്റുമുട്ടിയിട്ട് ഒരു ചുക്ക് ഇവർ ചെയ്യാനില്ല. അപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഈ നരേന്ദ്രമോദിക്ക് ശക്തരായ 2 പേരെ ഇവർ സംഭാവന ചെയ്തു. അതായത് രാമന്റെ ഇടതുവശത്തും വലതുവശത്തും നിൽക്കാൻ ഭരതനെയും ലക്ഷ്മണനെയും ഇവര് സംഭാവന ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. ഇവർക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ കൂടെ നിർത്തണ്ടേ? പ്രധാനമന്ത്രിയോ ഇനി പ്രസിഡന്റ് സ്ഥാനോ സ്പീക്കറോ എന്നതൊക്കെയാ വേണ്ടതെന്ന് ചോദിച്ചാൽ അതെല്ലാം കൂടെ ഞങ്ങൾ കൊടുത്ത് കൂടെ നിർത്തണ്ടേ? അങ്ങനെ കൂടെ നിർത്താൻ മമത സമ്മതിക്കുകയില്ല. മമതയ്ക്ക് പ്രധാനമന്ത്രിയാകണം. DMK സമ്മതിക്കുകയില്ല. DMKക്ക് പ്രധാനമന്ത്രിയാകണം. പറ്റുമെങ്കിൽ ഒരു ഉപപ്രധാനമന്ത്രി ആകാനും പറ്റുമെന്നായിരുന്നു പിണറായി വിജയൻ നോക്കിയത്. ഏതായാലും അതും ഇങ്ങനെയായി. അതുകൊണ്ട് തലയെടുപ്പുള്ള ബുദ്ധിയുള്ളവന്മാരെ ഒന്നും ഇവരുടെ കൂടെ വേണ്ട. അപ്പൊ അവരെ ഉപേക്ഷിച്ചു. എന്താ സംഭവിച്ചത്? ഇവർക്ക് മനസ്സിലായി ഈ കൂടെ നിന്നിട്ട് കാര്യമില്ല. ഇവരുടെ അജണ്ട വേറെയാണ്. നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനുള്ള അജണ്ട ഒരിക്കലും ഇന്ത്യ മുന്നണിക്കില്ല. നരേന്ദ്രമോദിയെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിദേശത്തുനിന്ന് വല്ലതും വാങ്ങിച്ചെടുക്കാനുള്ള അജണ്ട മാത്രമേ ഇയാൾക്കുള്ളൂ എന്ന് മനസ്സിലായപ്പോഴാണ് അവർ വിട്ടുപോയത്. അപ്പോൾ ഇനി ഇന്ത്യ മുന്നണി സ്വയം പിരിഞ്ഞു പോകും. അതല്ല എങ്കിൽ ഇന്ത്യ മുന്നണിക്കകത്ത് കൂട്ടയടി നടക്കും. ഇന്ത്യ മുന്നണിയിൽ നിന്ന് പരമാവധി ആൾക്കാര്, പാർട്ടികള് BJP മുന്നണിയിലേക്ക് ചേക്കേറും. ഇതായിരിക്കും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഭാരതം കാണാൻ പോകുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം. ഓക്കെ, ഇതിനവര് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി പറയുന്ന കാര്യമാണ് സ്മൃതി ഇറാനിയുടെ പരാജയം. മാത്രമല്ല നരേന്ദ്രമോദിജി ഒരു വേള ഏകദേശം 6000 വോട്ടിന് താഴെ പോയതും ഭൂരിപക്ഷം അദ്ദേഹത്തിന് വളരെയധികം കുറവ് വന്നിട്ടുള്ളത്, അമിത്ഷാജിയുടെ ഭൂരിപക്ഷം കൂടിയത്, പിന്നെ ഇപ്പൊ നദ്ദാജിയെ മാറ്റിയിട്ട് വേറെ ആരെ കൊണ്ടുവരുമെന്നൊക്കെയാണ് ഇവർ തന്നെ അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നത്. കാരണം RSSന്റെ കാര്യാലയം നാഗ്പൂരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് എന്ന രീതിയിലൊക്കെയാണ് പല ചാനലുകാർ റിപ്പോർട്ട് ചെയ്തത്. അത് ഇതിലെ കണ്ടപ്പോൾ ഇന്നലെ കോമഡി ഷോ കണ്ട പോലെ കണ്ടു. അത് അഭിനയിച്ച ആളും ഒരു കോമഡി അവതരിപ്പിക്കുന്ന ആളായതുകൊണ്ട് അതേ ഫീലോട് കൂടി തന്നെ ആളുകൾ എടുക്കുന്നുള്ളൂ. ഏതായാലും ഇനി അജ്ഞാതന് പണി കൂടും അല്ലെ സാർ? അജ്ഞാതൻ രംഗത്തിറങ്ങിയാൽ കുറെ പണി കൂടുതലുണ്ടാവും. നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പൊ കർഷക സമരത്തിലാണെങ്കിലും ഭാരതത്തിന്റെ ശത്രുക്കളെയൊക്കെ നിഷ്കരുണം കൊന്നൊടുക്കുന്ന ഒരു അജ്ഞാതൻ. ഈ ഇവരിപ്പോ പറയുന്നത് നദ്ദാജിയെ മാറ്റുമെന്ന് പറഞ്ഞു. നദ്ദാജിയുടെ സംഘടനാപരമായ കാലാവധി തെരഞ്ഞെടുപ്പിന് മുമ്പേ തീർന്നതാണ്. കേരളത്തിൽ K. സുരേന്ദ്രൻജിയുടെ കാലാവധിയും തെരഞ്ഞെടുപ്പിന് മുമ്പേ തീർന്നതാണ്. തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് കാലാവധി നീട്ടിക്കൊടുത്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ സംഘടനാ തെരഞ്ഞെടുപ്പ് വരും. ഇവർ ഈ പറയുന്നതിന്റെ കാരണം, സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി BJP ആണ്. അത് കൃത്യമായി 3 വർഷം കൂടുമ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കും. എല്ലാ ഭാരവാഹികളും, ബൂത്ത് പ്രസിഡന്റ് മൊത്തം അഖിലേന്ത്യാ പ്രസിഡന്റ് വരെയുള്ള സകല ഭാരവാഹികളും മാറും. പുതിയ ഭാരവാഹികൾ വരും. അപ്പോൾ ഇത് RSSലും നടക്കുന്നുണ്ട്. അത് പിന്നെ വാർത്തയാകുന്നില്ലെന്നേ ഉള്ളൂ. BJPയിൽ നടക്കുന്നുണ്ട്.
ബാക്കിയുള്ളവർക്ക് ഇതൊരു വാർത്തയാണെന്ന് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കോൺഗ്രസിലുണ്ടോ ഈ സംഭവം ഉള്ളൂ, സംഘടനാ തെരഞ്ഞെടുപ്പ് വേണ്ട, ലാലു പ്രസാദിന്റെ പാർട്ടിയിൽ വേണ്ട, അതുപോലെ മുലയൻ സിംഗിന്റെ പാർട്ടിയിൽ വേണ്ട, DMKയിൽ വേണ്ട, മമതാ ബാനർജിയുടെ പാർട്ടിയിൽ വേണ്ട. കാരണം ഒന്നും തെരഞ്ഞെടുപ്പ് നടന്നിട്ട് കാര്യമൊന്നുമില്ല, അവർ തന്നെയാണ് എന്നും. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു പാർട്ടിയിൽ 3 കൊല്ലം കൂടുമ്പോൾ ഈ മാറ്റങ്ങൾ വരും. അതിനെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുമായി ബന്ധപ്പെടുത്തിയാണ് അയാളെ മാറ്റിയതാണ് എന്നൊക്കെ പറയുന്നത് സൂര്യനെ ഉദിപ്പിച്ചതാണ്, കോഴി കൂവി കൂവി സൂര്യനെ ഉദിപ്പിച്ചതാണെന്നൊക്കെ പറയുന്ന പോലെയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ, അതിന് വലിയ അർത്ഥമൊന്നുമില്ല. സാർ, ഇപ്പൊ നമ്മുടെ മാന്യ പ്രേക്ഷകരുടെ ഒരു ആകുലത, എന്റെ ഒരു ആകുലതയാണ്, ഞാൻ സാറിനോട് മുമ്പ് അത് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൃത്യമായിട്ട് ഇപ്പോ BJPക്ക് വ്യക്തിപരമായിട്ട് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. NDAയിലെ ഘടകകക്ഷികളെ കൂട്ടിച്ചേർത്താണ് ഭരിക്കുന്നത്. ഇപ്പോൾ 300-ന് മുകളിലേക്ക് സ്വതന്ത്രന്മാരെയൊക്കെ കൂട്ടിച്ചേർത്ത് 300-ന് മേലേക്ക് കയറിയതും നമ്മൾ കണ്ടു. ഇതിൽ സാർ, നരേന്ദ്രമോദിജി കഴിഞ്ഞ തവണ, ഇനിയിപ്പോ പുതിയ തവണയായല്ലോ, അതുകൊണ്ട് നമുക്ക് 2024 പുതിയ തവണയാവുമ്പോൾ പഴയ തവണ എന്ന് പറയാൻ പറ്റത്, ഈ പഴയ 2ാമത്തെ ടേമിൽ ചെയ്ത പോലെ അതിശക്തമായിട്ടുള്ള ഭരണം, അതിശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വല്ല വിഘാതവും വരുമോ ഇതുമൂലം? അത് ഭീഷണിയാവുമോ ഈ ഘടകകക്ഷികളെ വെച്ച് ഭരിക്കുമ്പോൾ? എങ്ങനെയാണ് സാറിന്റെ ഒരു കാഴ്ചപ്പാട് വരുന്നത്? ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ 1991 അധികാരത്തിലിരുന്ന PV നരസിംഹറാവു 244 സീറ്റിന്റെ പിൻബലം മാത്രം അദ്ദേഹം ഉണ്ടായിരുന്നു, ന്യൂനപക്ഷ ഗവൺമെന്റ്. ആ PV നരസിംഹറാവുവും നരേന്ദ്രമോദിയെ താരതമ്യപ്പെടുത്തിയാൽ ആരാണ് ശക്തൻ എന്നുള്ളത് നമുക്ക് വ്യക്തം. ആ PV നരസിംഹറാവു ആണ് ഇന്ത്യയുടെ ജന്മകാലഘട്ടം മുതലുണ്ടായിരുന്ന രാഷ്ട്രീയ സാമ്പത്തിക നയപരിപാടികളെ പൊളിച്ചെഴുതിക്കൊണ്ട് ഉദാരവൽക്കരണം ഈ രാജ്യത്ത് നടപ്പാക്കിയത്. ഇന്നിപ്പോൾ GST എന്ന് പറയുന്നു, അല്ലെങ്കിൽ CAA പറയുന്നു, മുത്തലാഖ് പറയുന്നു, 370-ാം വകുപ്പ് പറയുന്നു, അല്ലെങ്കിൽ കോമൺ സിവിൽ കോഡ് പറയുന്നു. ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ പരിവർത്തനമാണ് നരസിംഹറാവുവിന്റെ കാലത്ത് ഉദാരവൽക്കരണം കൊണ്ടുവന്നത്. ലൈസൻസ് പെർമിറ്റ് കോട്ട രാജ് പിൻവലിച്ചുകൊണ്ട് സ്വകാര്യ മൂലധനത്തിനെ, ആഗോള മൂലധനത്തിനെയും ഇന്ത്യയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മാർക്കറ്റ് തുറന്നു കൊടുത്ത അങ്ങേയറ്റം വിപ്ലവകരമായ ഒരു മാറ്റമാണ് അന്ന് അദ്ദേഹം കൊണ്ടുവന്നത്. അത് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഇല്ല, 244 പേരേ ഉള്ളൂ. എന്നാൽ അന്ന് ഇത്രയും കരുത്തൊന്നുമില്ലാതിരുന്ന നരസിംഹറാവുവിന് പോലും അത് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത, എന്താണോ നരേന്ദ്രമോദി NDA ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ യാതൊരു വിഘ്നവുമില്ലാതെ നടപ്പാക്കാൻ ഈ പറഞ്ഞ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും അതിശക്തമായി പിന്തുണ കൊടുക്കും. അതവർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതായത് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഞങ്ങൾ ആരും തടസ്സം നിൽക്കുന്നില്ല എന്ന് അവർ വ്യക്തമായിട്ടുണ്ട്. കാരണം ഇത് ഇന്ത്യയിലെ മീഡിയ ആയതുകൊണ്ട് കുത്തി കുത്തി ചോദിക്കുമല്ലോ, നിങ്ങൾ പിടിച്ചു കെട്ടുവോ, മൂക്ക് കയറിടുവോ, അതെയോ കാലെ ചങ്ങലിടുവോ എന്നൊക്കെ ചോദിച്ചപ്പോ അതൊന്നുമില്ല. ഭരിക്കാൻ ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തോടൊപ്പം പിന്തുണ കൊടുക്കും എന്നുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കാത്തിരുന്ന് കാണുമൊന്നും വേണ്ട, നടപടിക്രമങ്ങൾ എന്തൊക്കെയാണോ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതേപടി തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, എന്തായാലും ഇനി വരാനിരിക്കുന്ന നാളുകളിൽ അജ്ഞാതന്റെ വാർത്തകൾ ഒരുപാട് കേൾക്കാൻ ഇടവരട്ടെ. നരേന്ദ്രമോദിജിയുടെ ശക്തിക്ക് ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ജയസൂര്യൻ സാർ പറഞ്ഞതും ഹരിപ്രസാദ്ജി പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഹരിപ്രസാദ്ജി പറഞ്ഞ പോലെ മുറിവേറ്റ നരേന്ദ്രമോദിജിയെ ഭയക്കേണ്ടത് നിങ്ങൾ ഒരുപാട് ഭയക്കണം എന്ന് പറഞ്ഞു. അത് മുറിവേറ്റിട്ട് പോലും ഇല്ല, അത് കൊതുക് കുത്തിയ ലാഞ്ചന പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നരേന്ദ്രമോദിജി തന്റെ 3ാം കിരീടം ഉറപ്പിച്ചുകൊണ്ട് 8ാം തീയതിയോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്ത് 3ാമതും ഭരണം ഏറ്റെടുക്കും. ആ ഭരണത്തിന് ശേഷം കാണാനുള്ള കളികൾ ഇനി കണ്ടുകൊണ്ടേ തീർക്കേണ്ടതുണ്ട്. ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്താകമാനമുള്ള ക്ഷുദ്രശക്തികളെ പൂർണ്ണമായും കൂട്ടുപിടിച്ചുകൊണ്ട് 38ഓളം വരുന്ന ഈ ആളുകൾ, ചെറിയ ചെറിയ പാർട്ടി ചപ്പ് ചവറുകളെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് കോടിക്കണക്കിന് പണം നൽകിക്കൊണ്ട് അവരുടെയൊക്കെ അണ്ണാക്കിലേക്ക് ഭാരതത്തിന്റെ ആ SS തിരികെ കൊടുക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും ഈ നാട് അംഗീകരിക്കില്ല. ഈ നാടിന് ഒരു പ്രത്യേകതയുണ്ട്, അതാണ് മഹാഭാരതം എന്ന് പറയുന്ന ഈ ഭാരതത്തിന്റെ സംസ്കാരം. ആ സംസ്കാരം വിട്ടുകൊണ്ട് ഒരിക്കലും ധർമ്മം, ആ ധർമ്മത്തിന് മേൽ ആ ധർമ്മത്തിന് വിജയിക്കാൻ ഇടം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ധർമ്മം ഏത് നിമിഷവും വീണ്ടും വീണ്ടും പുനരവതാരം എടുക്കുക തന്നെ ചെയ്യും. അത് നരേന്ദ്രമോദിജിയിലൂടെയാവാം, യോഗി ആദിത്യനാഥ് വര്യനിലൂടെ ആവാം, ആരിലൂടെയും ആവാം. വ്യക്തികൾക്കല്ല ഇവിടെ പ്രധാനം, ഇവിടുത്തെ ഭാരതത്തിന്റെ പിറവികൾക്കാണ് പ്രാധാന്യം എന്ന് പറയേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഗംഭീരമായി തന്നെ ആളുകളുടെ തെറ്റിദ്ധാരണ തീർക്കുന്നതിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ എത്തി എന്നുള്ളത് തീർത്തും പറയേണ്ടതുണ്ട്. നന്ദി, ഒരുപാട് നന്ദിയുണ്ട് സാർ. കാരണം വലിയ വലിയ തെറ്റിദ്ധാരണകളാണ് ആളുകളുടെ മനസ്സിലുള്ളത്. എനിക്ക് തോന്നുന്നു 6000-ൽ പരം
ആളുകളാണ് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നറിയാം. വലിയൊരു സംഭവം. കാരണം സാധാരണ നമ്മുടെ ലൈവ് ഒക്കെ 800-700 പേരൊക്കെയാണ് കാണാറ്. പക്ഷെ 6000-ൽ പരം നമ്മുടെ 3 ചാനലുകളാണ് കണക്ട് ചെയ്തിട്ടിരിക്കുന്നത്. വലിയ ഇന്ത്യൻ സമയം നട്ടുച്ചയ്ക്കാണ് നമ്മളിത് പറയുന്നത്. ഒരു പീക്ക് ടൈം വൈകിട്ടാണെങ്കിൽ പിന്നെ അതുകൊണ്ടാണ് എന്തെങ്കിലും കരുതാം. പക്ഷെ അതുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിന്റെ പ്രാധാന്യം, ആളുകളുടെ ആകുലത അത്ര വലുതാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വിഷയം സാറ് ഇന്നലെ എന്നോട് ഇങ്ങോട്ട് പറയുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെയാണ് ഇന്ന് ഈ ലൈവ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാറിന് വലിയൊരു നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.